കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളം അഖിലേന്ത്യാ ശ്രദ്ധ ആകർഷിക്കാൻ കാരണമായത് ഇവിടെ നേടിയ പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ഒന്നും നേടിയ വിജയമല്ല, മറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയ വിജയമാണ്. ഈ വിജയം നേടിയതിന് പിന്നാലെ കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് അഭിനന്ദിച്ചത് മറ്റാരുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ JP നഡ്ഡ, നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്, ഇവരൊക്കെ വിളിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ അനുമോദിക്കുകയുണ്ടായി. എന്താണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന്റെ തലസ്ഥാനത്ത് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പ്രാധാന്യം? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 33 വർഷം CPIM ഭരിച്ച ബംഗാളിന്റെ തകർച്ച തുടങ്ങുന്നത് കൽക്കട്ട കോർപ്പറേഷൻ അവർക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ്. കൽക്കട്ട കോർപ്പറേഷൻ വിജയിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ ജൈത്ര യാത്ര ആരംഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര വലിയൊരു അധപ്പതനം ഉണ്ടാകും, ഒരു തകർച്ച ഉണ്ടാകുമെന്ന് അവരുടെ ശത്രുക്കൾ പോലും യഥാർത്ഥത്തിൽ കണക്കാക്കിയില്ല. പക്ഷേ ഒരു ചീട്ടുകൊട്ടാരം പോലെ ബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തകർന്ന് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അശ്വമേധം ആരംഭിച്ചു എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണ്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കേരളത്തിലെ BJPക്കാരെയും പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഒക്കെ വിളിച്ച് അഭിനന്ദിക്കുവാനുള്ള കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്ഷേമ സൂചികകളിലെ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളമാണ്. 1957 ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ സംസ്ഥാനം കേരളമാണ്. അത് ലോകത്ത് രണ്ടാമതും ഇന്ത്യയിൽ ആദ്യത്തേതും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ എവിടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ കേരളത്തിലെ വളരെ ഉജ്ജ്വലമായ വിജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയത്. അങ്ങനെ നോക്കുമ്പോൾ പലതുകൊണ്ടും വളരെ വ്യത്യസ്തമായൊരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നത് കേരളത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് കേരളം നേടിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാണ് BJP അഖിലേന്ത്യാ നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് BJP അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഒരു സ്വപ്നമാണ് കേരളത്തിൽ അധികാരത്തിലെത്തുക എന്നുള്ളത്. 20 MP-മാരുടെ വലിപ്പമല്ല, മറിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സംസ്ഥാനം നേടിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നത്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയ തുടക്കമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ BJP നേടിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ BJPയുടെ ഈ വിജയത്തിൽ അതിൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് പോകുന്നത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ്. അപ്പോൾ BJP അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ആഗ്രഹം സഫലമാക്കാൻ തക്ക ശേഷിയും ശേമുഷിയുമുള്ള ഒരു നേതാവാണ് താന് എന്ന് രാജീവ് ചന്ദ്രശേഖരന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, മുൻ പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് അദ്ദേഹം ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു പ്രസിഡന്റാണ്. മുൻ പ്രസിഡന്റുമാർ ഉപയോഗിച്ച തന്ത്രവും സമീപനവും ഒക്കെ പാടെ മാറ്റി പുതിയ തന്ത്രവും സമീപനവുമാണ് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ സ്വീകരിച്ചത്. ഈ വിജയത്തിൻ്റെ കാരണവും അതുതന്നെയാണ്. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളായാലും ശരി, രാഷ്ട്രീയ നിരീക്ഷകരായാലും ശരി, രാജീവ് ചന്ദ്രശേഖരനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഇവിടെ നേടിയ ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ നല്ലൊരു വിജയത്തിലെത്തിക്കുവാൻ എന്ത് സമീപനമാണ്, എന്ത് തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മുൻകാല BJP പ്രസിഡന്റുമാരെക്കുറിച്ച് വളരെ ഹ്രസ്വമായ ഒരു അവലോകനവും അനിവാര്യമാണ്. മുൻകാല പ്രസിഡന്റുമാർ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ V മുരളീധരൻ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ K സുരേന്ദ്രൻ. ഈ 4 പേര് ഇമ്മീഡിയറ്റ് പ്രസിഡന്റുമാരാണ്, ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാരാണ്. അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അവരുടെ സമീപനം എന്തായിരുന്നു, അവരിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തനാണ് രാജീവ് ചന്ദ്രശേഖരൻ. അപ്പോൾ ആദ്യമായിട്ട് V മുരളീധരൻ എടുത്താൽ അദ്ദേഹം കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു, യുവമോർച്ചയിലെ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് പോയ സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ് V മുരളീധരൻ.
പക്ഷേ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് അടിസ്ഥാനപരമായ കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ ചില പരിമിതികളായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശക്തമായ വ്യക്തിവിദ്വേഷം. അതിശക്തമായ വ്യക്തിവിദ്വേഷമുള്ള ഒരാളാണ് വി മുരളീധരൻ എന്നാണ് പാർട്ടി നേതാക്കന്മാർ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ സമീപനം നോക്കിയാൽ തൻ്റെ ശത്രുക്കളെ നിഷ്കരണം വെട്ടിയൊതുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച ആളായിരുന്നു വി മുരളീധരൻ. മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളത് ശക്തമായ ഗ്രൂപ്പിസമായിരുന്നു. തൻ്റെ ഗ്രൂപ്പ് ബി ജെ പിയേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകുന്നതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും സംരക്ഷിച്ചതും തൻ്റെ ഗ്രൂപ്പിനെയായി. ഇതിലെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം. ഒരു നേതാവ് മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ സൗമനസ്യത്തിൽ ജീവിക്കുന്ന താനാണ് എന്ന് ഒരു നേതാവ് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭാവി വളരെ വളരെ പരിമിതമായിരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി ആദ്യം പാർലമെൻറ്റിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം നെറ്റികൊണ്ട് പാർലമെൻറ്റിൻ്റെ പടികളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ടാണ് നരേന്ദ്രമോദി പാർലമെൻറ്റിനകത്തേക്ക് കയറിയത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ഭഗീരഥി അമ്മ എന്ന മുതിർന്ന ഒരു സാക്ഷരതാ പ്രവർത്തകയെ ദില്ലിയിൽ വിളിച്ച് ആദരിച്ചപ്പോൾ ആ അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചാണ് അദ്ദേഹം ആ ഭഗീരഥി അമ്മയെ സ്വീകരിച്ചത്. മോദിയുടെ വിനയം അദ്ദേഹത്തിൻ്റെ എതിരാളികളെ പോലും അസ്തപ്രജ്ഞരാക്കുന്നതാണ്. ആ വിനയത്തിന് സമശീർഷമായി നമുക്ക് പറയാൻ പറ്റുന്ന, ആ ലാളിത്യത്തിന് സമശീർഷമായി നമുക്ക് പറയാൻ പറ്റുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനെയാണ്. അദ്ദേഹം വളരെ വിനയമുള്ള ആളായിരുന്നു. നരേന്ദ്രമോദി വളരെ വിനയമുള്ള നേതാവാണ്. അദ്ദേഹത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് നേതാക്കന്മാർ യഥാർത്ഥത്തിൽ മാതൃകയാണ്. അപ്പം വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറ്റിയ പരിമിതി അതായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു നേട്ടവും വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോൾ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മറ്റൊരാൾ പി എസ് ശ്രീധരൻപിള്ളയാണ്. പി എസ് ശ്രീധരൻപിള്ള അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം വളരെ പ്രഗത്ഭരായ അഭിഭാഷകനാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഒറേഷ്യസ് റീഡറാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ചാരുത കലർന്ന ഒട്ടേറെ യോഗ്യതകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല. ധീരമായ തീരുമാനമെടുക്കാനോ മുഖം നോക്കാതെ നടപ്പിലാക്കാനോ കഴിയുന്ന ശക്തമായ നിശ്ചയദാർഢ്യം പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഏത് ദിശയിലേക്കാണ് താൻ ഈ പാർട്ടിയെ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാനും ആ തീരുമാനം ധീരമായി നടപ്പിലാക്കുവാനും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വളരെ ഫ്ലെക്സിബിളായ ഒരു ക്യാരക്ടറാണ് പി എസ് ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായിട്ട് വന്നത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി, എല്ലാവരുടെയും ലോഹ്യമായി പെരുമാറി, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ബി ജെ പിയെ കൊണ്ടുപോകാൻ പി എസ് ശ്രീധരൻപിള്ള ശ്രമിച്ച ശ്രമം നിർഭാഗ്യവശാൽ കാര്യമായ വിജയം കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന് കുമ്മനം രാജശേഖരനായിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരനെ അദ്ദേഹം പരമസ്വാത്വികനാണ്, ഋഷിതുല്യനാണ്. ആരെയും വേദനിപ്പിക്കാതെ ബി ജെ പിയെ നയിക്കാൻ ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. ഋഷിതുല്യന്മാർക്കും പരമസ്വാത്വികർക്കും പറ്റിയ ഒരു മേഖലയല്ല കേരള രാഷ്ട്രീയം എന്ന് തെളിയിച്ചുകൊണ്ടാണ് ശ്രീ കുമ്മനം രാജശേഖരന് അദ്ദേഹം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ് പോയത്. കെ സുരേന്ദ്രനാകട്ടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെയാണ് രംഗത്ത് വന്നത്. ശബരിമല സമര കാലഘട്ടത്തിലെ ഉദിച്ചുയർന്ന ഒരു നക്ഷത്രം പോലെ ഉദിച്ചു പൊങ്ങിയ കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ താഴേക്ക് പതിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിസവും അടക്കം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വല്ലാത്തൊരു അപജയത്തിലേക്കാണ് ബി ജെ പി പോയത്. ബി ജെ പിക്ക് വളരാൻ എല്ലാ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ബി ജെ പിക്ക് അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അഖിലേന്ത്യാ നേതൃത്വം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തണലിൽ വളരാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ടായിട്ടും ആ സാധ്യതകളൊന്നും കാര്യമായി പ്രയോജനപ്പെടുത്താൻ ശ്രീ കെ സുരേന്ദ്രന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ നേട്ടം സത്യത്തിന് അദ്ദേഹത്തിൻ്റെ നേട്ടമല്ല, മറിച്ച് അഖിലേന്ത്യാ പാർട്ടി നേതൃത്വത്തിൻ്റെ നേട്ടമാണ്. അല്ല, സുരേന്ദ്രൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ നമുക്കിവിടെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കഴിഞ്ഞ 4 പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സമീപനമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖരന് ഗ്രൂപ്പില്ലാത്ത ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം അംഗീകരിക്കാനും തയ്യാറായില്ല. ഏത് വീരൻ നയിക്കുന്ന ഗ്രൂപ്പായാലും ശരി, ആ ഗ്രൂപ്പിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഒരു സമീപനം ഗ്രൂപ്പ് ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, ഈ തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹം പോയത്.
വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരിക്കൽ പോലും രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അക്കാര്യത്തിൽ അദ്ദേഹം മാതൃകയാക്കിയത് എബ്രഹാം ലിങ്കനെ തന്നെയാണ്. മാലിസ് ടു നൺ നൺ, ചാരിറ്റി ഫോർ ഓൾ. ഇതായിരുന്നു എബ്രഹാം ലിങ്കൻ്റെ ഒരു സമീപനം. ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവരോടും കരുണയോടെ സമീപിക്കുന്ന ഒരു സമീപന രീതി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2024 തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം ഉയരുകയും അത്തരം ഒരു ആരോപണത്തിന് വിധേയനാകുകയും ചെയ്ത ശ്രീ വി രാജേഷിനെയും ചേർത്ത് നിർത്തി തന്നെയാണ് അദ്ദേഹം പാർട്ടിയെ മുന്നോട്ട് നയിച്ചത്. വി രാജേഷിനെ കോർപ്പറേഷനിൽ വളരെ സേഫായ ഒരു സീറ്റിൽ നിർത്തി അദ്ദേഹം കംഫർട്ടബിൾ ആയുള്ള മെജോറിറ്റിയിൽ ജയിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരോപണ വിധേയനായ ഒരാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനല്ല, ചേർത്ത് പിടിക്കാനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറായത്. അതിൻ്റെ അർത്ഥം ഗ്രൂപ്പിനൊക്കെ അതീതമായി പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ, വ്യക്തി വിദ്വേഷമില്ലാതെ പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് മറ്റ് പല മുൻ പ്രസിഡന്റുമാരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം സ്വീകരിച്ചത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് കണ്ടത്, തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റാൻ ഒരു പരിപാടിയില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കൈവെക്കുകയില്ല. ഫണ്ട് ഇവിടെ എത്തിയ ഫണ്ട് കൃത്യമായി താഴെ തട്ടിലേക്ക് കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റാൻ ആരെ അനുവദിക്കുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നതിൻ്റെ കാരണം അതാണ്. മൂന്നാമത്തെ കാരണം, വോട്ട് കച്ചവടത്തിന് അദ്ദേഹം മുതിർന്നില്ല എന്നുള്ളതാണ്. BJPക്ക് എത്ര വോട്ട് കിട്ടുമോ അത്രയും വോട്ട് സമാഹരിച്ചേ മതിയാകൂ എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും കൃത്യമായും കർശനമായ നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിലനിൽക്കുന്ന BJP രാജീവ് ചന്ദ്രശേഖരൻ രൂപീകരിച്ച പാർട്ടിയല്ല. ഇത് BJP എന്ന് പറയുന്ന ഒരു പ്രസിഡൻസിൻ്റെ പാർട്ടിയാണ്. അദ്ദേഹം രൂപീകരിച്ച സഹപ്രവർത്തകരല്ല, അദ്ദേഹം നോമിനേറ്റ് ചെയ്ത സഹപ്രവർത്തകരല്ല അദ്ദേഹത്തോടൊപ്പം ഭൂരിപക്ഷം ആളുകൾ. അവരൊക്കെ കെ സുരേന്ദ്രൻ സൃഷ്ടിച്ച പാർട്ടിയുടെ, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം നോമിനേറ്റ് ചെയ്ത ജില്ലാ പ്രസിഡന്റുമാരും മറ്റും അടങ്ങുന്ന ഭാരവാഹികൾ അടങ്ങുന്ന ഒരു പാർട്ടിയാണ്. അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ തന്നെ BJPയിലെ ഒരു വിഭാഗം ആളുകൾക്ക് എന്ത് മാർഗം ഉപയോഗിച്ചാലും ശരി ചന്ദ്രശേഖരനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ പോയ ആളുകൾ BJPയിൽ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഗ്രൂപ്പിസം കൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു കേന്ദ്രമായി മാരാർജി ഭവൻ മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പരസ്പരം നോക്കാനോ ചിരിക്കാനോ ആശയങ്ങൾ കൈമാറാനോ കഴിയാത്ത വിധത്തിൽ വ്യക്തിപരമായി നേതാക്കന്മാർ അകന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഈ പാർട്ടിയെ നയിക്കാൻ എത്തിക്കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്ത് നിൽക്കുന്നവൻ പാർട്ടി പ്രസിഡന്റിൻ്റെ നിർദ്ദേശം, ഉത്തരവ് അനുസരിച്ച് നിന്നേ മതിയാകൂ എന്ന് വന്നപ്പോൾ ഈ അഖിലേന്ത്യാ തലത്തിൽ പിടിയുള്ളവനും അഖിലലോക തലത്തിൽ പിടിയുള്ളവനും സൗരയൂഥം കീഴടക്കിയവനും എന്നൊക്കെ പറഞ്ഞ് നടന്ന നേതാക്കന്മാരൊക്കെ വളരെ മര്യാദയ്ക്ക് കേരളത്തിൽ വന്ന് പ്രവർത്തിക്കേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് അഖിലേന്ത്യനായാലും ശരി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രസിഡന്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പ്രവർത്തിച്ചേ മതിയാകൂ. അദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് നിശബ്ദമായ ഒരു സന്ദേശം പാർട്ടിയിലെ എല്ലാവർക്കും കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആരും ആള് കളിക്കാൻ ഈ മഹാരാജി ഭവനിലേക്ക് കയറി ഇറങ്ങി നടന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, കാര്യമായ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും ക്രിസ്ത്യാനികളുടെ പിന്തുണ നേടാൻ അദ്ദേഹം. കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെയാണ്. ക്രൈസ്തവരെന്നും ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളത് കോൺഗ്രസിനോടാണ്. ക്രൈസ്തവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് അവരുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നേ മതിയാകൂ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക മാത്രമല്ല മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളെ BJPക്കൊപ്പം നിർത്തുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. പക്ഷേ ഒരു വിവാദവും ഉണ്ടാക്കാതെ ക്രിസ്ത്യാനികളിലെ ഒരു ഭാഗത്തെ, ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ പിന്തുണയുണ്ട് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, ക്രിസ്ത്യാനികളുടെ ഒരു ഭാഗത്തെ തൻ്റെ ഒപ്പം നിർത്താൻ, BJPക്കൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ നേട്ടമാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ BJP നേടിയ നേട്ടം. തീർച്ചയായിട്ടും PC ജോർജും പിന്നെ ഷാനും ഒക്കെ അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ച ആളുകളാണെങ്കിലും അവർക്ക് അതിനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് തീർച്ചയായിട്ടും
രാജീവ് ചന്ദ്രശേഖരനാണ്. തൊടുപുഴയിൽ പ്രധാന പ്രതിപക്ഷമായിട്ട് മാറാൻ BJPക്ക് കഴിഞ്ഞു. മുനമ്പത്ത് അവിടുത്തെ പുരോഹിതൻ്റെ ആജ്ഞ നിരസിച്ചുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് മുനമ്പത്തെ ജനങ്ങളെ മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴേ തീർച്ചയായിട്ടും ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഡോക്ടർ അബ്ദുൽ സലാമിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ സമീപനം. അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ ഒരു അക്കാഡമീഷ്യനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. നല്ല പ്രാസംഗികനാണ്, നല്ല ചിന്തകനാണ്. അദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുവരാനും BJPയിൽ അദ്ദേഹത്തെ കൂടെ ചേർത്ത് നിർത്തി പോകുവാനും കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളെ ഒപ്പം കൂട്ടി, അതുപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യത്തിലും BJPക്ക് ഒപ്പം സഞ്ചരിക്കാൻ തയ്യാറായ ക്രൈസ്തവരെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന തെരഞ്ഞെടുപ്പ് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. തിരുവനന്തപുരത്ത് ഒരേ സമയം 50 താമര വിരിയിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള BJPക്ക് കഴിഞ്ഞു എന്നാൽ നിസ്സാരമായൊരു കാര്യമല്ല. 4 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന തലസ്ഥാനം പിടിച്ചെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് കൂടെ അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസ് അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടും 10 നിന്ന് 19 വർദ്ധിപ്പിച്ചിട്ടും ഇത്തരമൊരു തിളക്കമാർന്ന വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അതിലൊരു കാരണം പാർട്ടിയെ ഒന്നിപ്പിച്ച് ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു. ഗ്രൂപ്പ് മാനേജർമാരെ എൻ്റർടൈൻ ചെയ്തില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തിന് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായ 2 സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലെ തൈക്കാട് വാർഡിൽ പഴയ സീനിയർ നേതാവായ CPIMലെ സീനിയർ നേതാവായ ശ്രീ അനിരുദ്ധൻ്റെ മകൻ കസ്തൂരി അനിരുദ്ധനെയാണ് തൈക്കാട് മത്സരിപ്പിച്ചത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ കുറവിലാണ് അദ്ദേഹം തോറ്റുപോയത്. 264 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിയോഗി ജയിച്ചത്. പക്ഷേ ഒരു ടെക്നോക്രാറ്റായ കസ്തൂരി അനിരുദ്ധനെ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കസ്തൂരി അനിരുദ്ധൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല കാൽവയ്പ്പാണ്. തീർച്ചയായിട്ടും BJPക്ക് നാളെ ഉപയോഗിക്കാൻ കഴിയുന്ന സമർത്ഥനായ ഒരു നേതാവാണ് കസ്തൂരി അനിരുദ്ധൻ. അത് കണ്ടെത്തി അദ്ദേഹത്തെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കാനുള്ള സമീപനം സ്വീകരിച്ചത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ ശ്രീലേഖ IPS, ശ്രീമതി ശ്രീലേഖ IPS ശാസ്ത്രമംഗലത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ വിജയം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൊല്ലം കോർപ്പറേഷനിൽ നേടിയ വിജയം. കൊല്ലം കോർപ്പറേഷനിൽ 12 സീറ്റ്, അതായത് CPIMൻ്റെ കുത്തകയായ കൊല്ലം കോർപ്പറേഷനിൽ 12 സീറ്റ് നേടുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അത് ഇന്ന് കൊല്ലം കോർപ്പറേഷനിൽ BJPയുടെ കൂടെ പിന്തുണയില്ലാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ വലിയ മഹാരഥന്മാരായ BJP നേതാക്കന്മാരൊന്നും കൊല്ലത്തില്ല. പക്ഷേ നല്ല സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയപ്പോൾ ജനങ്ങൾ പിന്തുണച്ചു. 12 പേര് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കോഴിക്കോടാകട്ടെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമാണ് കോഴിക്കോട്. പഴയ മലബാറിൻ്റെ തലസ്ഥാനമാണ് കോഴിക്കോട്. കോഴിക്കോട് 13 പേരെ വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ കേരളത്തിൻ്റെ പൊതുസമൂഹം അഖിലേന്ത്യാ പാർട്ടി നേതൃത്വത്തെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ആദരിക്കുമ്പോൾ കാണുമ്പോൾ അതേ കേരള സമൂഹം വളരെ അവജ്ഞയോടെ കാണുന്ന ഒരു നേതൃത്വമായിരുന്നു കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ BJPക്ക് ഉണ്ടായിരുന്നത്. ഈ ദുസ്ഥിതി ഇന്ന് അവസാനിച്ചു. കേരളത്തിലെ തീർച്ചയായിട്ടും ഒരു അശ്വമേധത്തിന് തുടക്കം കുറിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. ധീരമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ 2026 ഒരു സംശയവും വേണ്ട, കേരളത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ BJPക്ക് കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ അധികാരം അത്ര അകലെയല്ല BJPയെ സംബന്ധിച്ചിടത്തോളം എന്ന് തെളിയിക്കുന്ന ഒന്നാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തെ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.